ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് തുരുമ്പുടിച്ച കത്തി റീസ്റ്റോർ ചെയ്തെടുക്കാമെന്നല്ല നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു കത്തിയാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ആകെ തുരുമ്പുടിച്ച് മോശമായി കിടക്കുന്നൊരു കത്തിയാണ്. ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഹാൻഡിലാണ് നമ്മൾ ആദ്യമായിട്ട് അയക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ 2 റബ്ബർ ബുഷ് ഉണ്ടായിരുന്നത്, അത് നമ്മൾ അതിൽ മാറ്റിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വയർ ബ്രഷ് എടുത്തിട്ട് ഫുള്ളൊന്ന് അരച്ച് കളയാം. അതിനുശേഷം വയർ ബ്രഷിൻ്റെ വീല് ഹാൻഡ് ഗ്രൈൻഡറിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് കളയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ 2 സൈഡും ഗ്രൈൻഡ് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൽ എനിക്ക് ഓൾമോസ്റ്റ് തുരുമ്പൊക്കെ പോയിട്ടുണ്ട്. ചെറുതായിട്ട് പോളിഷ് ചെയ്ത് തുടങ്ങാം. പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പറിൻ്റെ ഒരു വീലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ നല്ല ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ബഫിംഗ് ടൂൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഹാൻഡിലിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ കറക്റ്റ് സൈസ് വരാവുന്ന രീതിയിൽ ഒരു മരക്കഷ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 ചെറിയ പീസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഈ 2 ചെറിയ പീസ് ഹാൻഡിലിൻ്റെ 2 സൈഡിലാക്കിയാണ്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹാൻഡിലിന് മറ്റ് 2 പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ 2 പീസിൻ്റെയും ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, 2 സർഫേസ് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയാണ്. നമ്മൾ മെഷീൻസൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഒരു പീസ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത പീസും റെഡിയാക്കി എടുക്കാം. രണ്ട് പീസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും 2 പീസ് വരുന്ന രീതിയിലാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഈ 2 വുഡ് പീസിലും ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഹോൾസ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 2 ഹോൾസിൽ നമ്മൾ സ്റ്റോപ്പേഴ്സ് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മാർക്ക് ചെയ്ത ഈ വുഡിൻ്റെ പീസിൽ നമുക്ക് ഹോൾ ഡ്രിൽ ചെയ്തെടുക്കാം. ഒരു പീസിൽ കുറച്ച് ഫെവിക്വിക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഹോള് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫെവിക്വിക്ക് പിടിച്ചതിന് ശേഷം ഹാൻഡിലിൻ്റെ കറക്റ്റ് സൈസിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം.
ഇതൊരു പീസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ കറക്റ്റ് സൈസിൽ നമ്മൾ എല്ലാം ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇനി രണ്ടാമത്തെ പീസും അതേപോലെ തന്നെ ഫേവിക്കോൾ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ രണ്ടാമത്തെ പീസിൻ്റെ കറക്റ്റ് അളവിനനുസരിച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയാം. അടിഭാഗം ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 90% നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഹോൾസ് എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് സ്റ്റോപ്പേഴ്സ് വെക്കാം. സ്റ്റോപ്പേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ആണിയാണ് ഉപയോഗിക്കുന്നത്. 2 ആണിയും കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹാമർ ചെയ്ത് കണ്ട് സീൽ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.